നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ സൺഡേ ഫണ്ടിൽ അതിഥിയായിട്ടുള്ളത്. ഏവർക്കും പ്രിയങ്കരനായ വിനയ് ഫോർട്ട്. വെൽക്കം ടു സൺഡേ ഫണ്ടേ. സന്തോഷം, സുഖം മുഖത്തുനിന്ന് അറിയുന്നുണ്ട്. നല്ലൊരു റിലീസ് എക്സ്പെക്ട് ചെയ്തിരിക്കണോ? ശ്രീനിവാസൻ സാറിന് ഇപ്പൊ തോന്നുന്ന ആ ഫീൽ എന്താണ്? വളരെ നല്ല ഫീലാണ്. കാര്യം എപ്പോഴും ഇപ്പോൾ ഒരു ആക്ടറാകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആക്ടറിനോട് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം നമ്മൾ സംസാരിക്കുന്ന വിഷയം കൂടുതലും സിനിമയും അഭിനയം അതും ഇതൊക്കെ, അപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സിനിമയാണ് തമാശ. ഈ സിനിമ നമ്മൾ ബേസിക്കലി മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ 4 പ്രൊഡ്യൂസേഴ്സിന്റെ പേരാണ്. സമീർ താഹിർ, ഷൈജു കാലത്ത്, ചമ്പൻ വിനോദ്, ലിജോ ജോസ് പല്ലശ്ശേരി. ഇപ്പം ഈ 4 പേരുകൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം നമുക്കൊരു പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലീഡ് റോളിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലത്തെ ഒരു നടനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പോൾ അത് സംഭവിച്ചു. ഇപ്പോൾ ആ സിനിമ റിലീസാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു 8 മാസത്തോടെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിന് വേണ്ടിയാണോ അതോ വേറെ ഒന്നും? ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഭയങ്കര താല്പര്യം തോന്നാത്ത തരത്തിൽ, അല്ലെങ്കിൽ സർവൈവൽ പോലെയുള്ള സിനിമകൾ പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി സർവൈവൽ സിനിമ വേണ്ട, ഈ സിനിമ നിർണ്ണയിക്കട്ടെ നമ്മുടെ കരിയറും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ളത്. 10 വർഷം കാത്തിരിക്കുക എന്നുള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണോ അതോ സങ്കടമുള്ള കാര്യം? അതിൻ്റെ ഇടയിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിണ്ടാവും. എസ്പെഷ്യലി തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന വിനയ്ക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്? ഒരു സ്ട്രോങ് എലമെന്റ് എന്ന് പറയുന്നത് പേഴ്സണലി ആയാലും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കായാലും. ഒന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ മോഹാവലയത്തിലൊന്നും പെട്ട്, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും എൻ്റെ പ്രയോറിറ്റി എപ്പോഴും സിനിമയാണ്, ആക്ടിങ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പോപ്പുലർ ആവുക അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാവുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി ആണ്. ഇപ്പം ഞാൻ ഒരുപാട് സിനിമകൾ പൈസ ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഭയങ്കര നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്ന ടൈമിൽ ഒട്ടും പൈസ ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്, കഥാപാത്രത്തോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ പ്രയോറിറ്റി നല്ല വേഷങ്ങൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും മൂല്യമുണ്ട്. ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്, അവന് 2.5 വയസ്സായി. അപ്പോൾ അവന് ഏതാണ്ട് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സിനിമയിൽ അതായത് കുറച്ചും കൂടി ഭേദപ്പെട്ട സിനിമകൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ പലപ്പോഴും നമ്മൾ 2 മാസമൊക്കെ ജോബ്ലെസ് ആയിട്ട് വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ 2 മാസം നിൽക്കുമ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ടൈം പാസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന അവൻ്റെ ഏറ്റവും നല്ല സമയം. അത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഷോയുടെ പേരാണ് സൺഡേ ഫണ്ടേ. അപ്പൊ നാളെ വരുന്നുണ്ടല്ലോ, ഇത് കൊള്ളാലോ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും അറിയുന്ന ഷോയുടെ പേര് ഇതാണെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോ. ആൻഡ് ഐ റിയലി ഫോളോ യു. മോന്റെ എന്താ പറയാ, നല്ല നല്ല ഒരുപാട് ആളുകൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഇവനെ കാണാനും. ഒരു 1.5 വയസ്സോ 2.5 വയസ്സായി. 2.5 വയസ്സിന് അടുത്ത് തന്നെ പുള്ളിക്കാരനെ സ്കൂളിലൊക്കെ പോയി തുടങ്ങും. അപ്പൊ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എല്ലാത്തിനും മൂല്യം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമ്മള് മനസ്സമാധാനത്തോടുകൂടി 2 എന്താ സെയിം വേവ് ലെങ്ത് ഷെയർ ചെയ്യുന്ന ആളുകൾ സംസാരിക്കും, അതിനും അതിൻ്റെതായ മൂല്യമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല വലിയ കാര്യം. ഡെഫിനറ്റ്ലി നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നം അതെല്ലാം സിനിമയും അഭിനയവുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിലും ഞാനീ പറയുന്ന പോലെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ലൈഫിനോടുള്ള സമീപനം അങ്ങനെ ചെയ്തുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കിട്ടുവാണ്. അല്ല, ചിലരൊക്കെ ഭയങ്കര ഡെസ്പായിട്ട് ഇതൊക്കെ നിർത്തി. അങ്ങനെയുള്ളവരോട് എന്താ വിനയ് എന്ന് പറഞ്ഞ ആക്ടറിന് പറയാനുള്ളത്? ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ആക്ടറിനപ്പുറത്തേക്ക് ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ലേണിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്.
അപ്പോൾ നമ്മൾ ഈ സിനിമ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഭയങ്കര സിനിമ കിട്ടുന്നു, അയാളതിൽ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നുള്ള ധാരണയൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് അത് നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. ഇത് ഞാൻ പൊളിച്ചടക്കില്ല, ഇത് എനിക്ക് കിട്ടിയില്ല, ഞാൻ അൺലക്കാണ്, അത് ഓക്കെ, അതിന്റെ ഒരു ഹെൽത്തി സൈഡ് ഓക്കെയാണ്, അത് നല്ലതാണ്. ഞാൻ എല്ലാ സിനിമ കാണുമ്പോഴും നമ്മൾ ആലോചിക്കും, ഓക്കെ നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്തേനെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പെർഫോമൻസിനെ വാവ് പറയുന്നപ്പോഴാണെന്ന് അറിയോ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരാൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്ക് ആകെ ആക്ടേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മളുടെ ക്രാഫ്റ്റ് ഉണ്ട് ശരിക്കും, അഭിനയം ഒരു തരത്തിൽ ക്രാഫ്റ്റാണ്. നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വായിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ പുതിയ മറ്റേ സിനിമയിലും അല്ലെങ്കിൽ അഭിനയത്തിലൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഡെസ്പറേറ്റ് ആയി താടിയൊക്കെ വളർത്തി നമ്മൾ കള്ളുകൂടിയും മറ്റേ ഡ്രഗ് അടിയൊക്കെ തുടങ്ങി, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ, എനിക്ക് മാത്രം ഈ സീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറയും. പിന്നെ അവസരം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കമ്പോസ്ഡ് ആയിരിക്കുക, മറ്റേ നമ്മളെ തന്നെ നമ്മളെ വർക്ക് ചെയ്തിരിക്കുക, അവസരം വരുമ്പോൾ ചെയ്യുക. ബാക്കി പ്രേമത്തിലെ ആ ഒരു ക്യാരക്ടർ, ഒരു മാഷായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ, ആ ഡയലോഗ് ഇപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ പണ്ട് നമ്മൾ അതിനെല്ലാം സമയമില്ലേ ദാസാന്ന് ചോദിക്കണ ആ ഡയലോഗ് പോലെ തന്നെ ജാവ എത്ര സിമ്പിൾ ആണ് എന്നുള്ള ഡയലോഗ് നമ്മളൊക്കെ യൂസ് ചെയ്യണം. ഈ സമയത്തും വീണ്ടും ഒരു സാറിന്റെ ക്യാരക്ടറാണ് വന്നത് അല്ലെ തമാശയില്. അപ്പോ അതില് കൺഫ്യൂഷൻ ഉണ്ടായോ, ഞാൻ അതന്നെ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന സിനിമാ പ്രവർത്തകരാണ് ഇവര് 4 പേരും. ചെമ്മഞ്ചേട്ടൻ ഞാനും ഷൈജു ഞാനും ഭയങ്കര സുഹൃത്തുക്കൾ. ഷൈജു കാലത്ത് ഞാനും ചെമ്മഞ്ചേട്ടൻ ഞാനും. സമീർക്കയുടെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇവരൊന്നും ഒരിക്കലും സമീർക്ക പടം ചെയ്തിരിക്കുന്നത് ദുൽഖറിനെയും ഫഹദിനെയൊക്കെ വെച്ചിട്ട് പടം ചെയ്യുന്ന ആളുകളാണ്. എന്നെപ്പോലത്തെ ഒരാളെ വെച്ച് പടം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ ലിജോ ചേട്ടൻ ഈ ജല്ലിക്കെട്ടുള്ളതുകൊണ്ട് പുള്ളി അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പൊ ഇങ്ങനൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന ചെമ്പഞ്ചേട്ടനാണ്. ചെമ്പഞ്ചേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന ഒരു നടന്റെ അവസ്ഥയാണ്, ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ 2-3 സിനിമ ഒരുമിച്ച് കണ്ടിന്യൂസ്ലി ചെയ്തതിൻ്റെ ഒരു അടുപ്പമുണ്ട്, നമ്മളെപ്പോഴും കാണുക വിളിക്കും. അതെ. അപ്പൊ ചെയ്യുന്നില്ല എങ്കിൽ കൂടി എടാ ഇതേപോലെ ഒരു ആശയമുണ്ട്, നമുക്ക് ഇതൊരു സിനിമയാക്കി എങ്ങനെ ഉണ്ടാവും. ഞാൻ ചേട്ടാ പൊളിയായിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് ഈ പ്രൊട്ടാഗണിസ്റ്റ് റോൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ എന്ത് ചോദ്യം കേട്ടോ, ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് ചെയ്യും അത്. ഞാൻ പറഞ്ഞത് പക്ഷെ നമുക്കതിന് ഒരു സ്ട്രോങ് ഗ്രൂപ്പ് വേണം. എപ്പോഴും അറിയാം നല്ലൊരു തിരക്കഥ കിട്ടിയത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വേഷം കിട്ടിയത് കൊണ്ടിട്ടോ സിനിമ നന്നാവില്ല. അപ്പൊ ചെമ്മ അങ്ങനെ ഒരു ടീം എന്ന് വരുന്നു, അങ്ങനെ ഇന്നൊരു ഡയറക്ടർ വരുന്നു, അന്ന് മാത്രമേ നമ്മൾ ഈ പടം ചെയ്യുള്ളൂ. കാരണം മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കൊണ്ടാ അഷ്റഫ് ഹംസ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അഷ്റഫ് ഓൾറെഡി ഇതിനു മുമ്പ് വേറൊരു പ്രൊജക്ടിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അഷ്റഫ് ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ എപ്പോഴും സിനിമയിലായാലും നാടകത്തിലായാലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഇതിന്റെ മെയിൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ സ്വഭാവം കൂടി ഞാൻ നോക്കും. അതായത് നമ്മളിപ്പോൾ ഞാൻ ഓരോ സമയത്തിന് മൂല്യം കൽപ്പിക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, അത് വേർത്തിയായിരിക്കണം ലൈഫിൽ. അപ്പോൾ അഷ്റഫ് എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി തോന്നി. ഞാൻ അഷ്റഫ് നല്ല ചോയ്സ് ആട്ടാ. അപ്പോൾ പിന്നെ പറഞ്ഞു ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സ് പടം പ്രൊഡ്യൂസ് ചെയ്യും, സമീർ താഹിറും ഷൈജു കാലത്ത്. അപ്പോൾ തന്നെ എൻ്റെ കിളി പകുതി പോയി. എനിക്ക് സുഡാനി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സൗബിനെ സംബന്ധിച്ച് സൗബിന്റെ ജീവിതത്തിലെ കരിയർ ബ്രേക്ക് ആയിരുന്നു. ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ ഷൈജുവിനോട് പോയിട്ട് പറഞ്ഞാലോ, അല്ലെങ്കിൽ സമീർക്കൊക്കെ അടുത്തൊരു പടം നമ്മളെയൊക്കെ ലീഡ് റോൾ വെച്ചിട്ട്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സോളോ ലീഡ് ക്യാരക്ടർ. ഞാൻ 2-3 പേരുടെ കൂട്ടത്തിലെങ്കിലും ഷൈജുവിനെ കാണാം. ഷൈജു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. ഷൈജു ട്രാഫിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാസിക്കന്റെ ഗ്യാങ്ങിൽ അവരോടൊക്കെ പെട്ട് പറയും, വിനയ് ഫോട്ടോ എന്നുകൊണ്ട് ആക്ടർ ഉണ്ട്, അവന്റെ ആ സ്റ്റോറിയിൽ ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അതൊന്നും വർക്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ ചെമ്മച്ചനോട് പറഞ്ഞു, പിന്നെ എന്നോട് സമീർ താഹിറാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു 8-10 കിളിയോടെ പറഞ്ഞു. കാര്യം അതിലും നല്ലതൊന്നും എനിക്ക് അടുത്ത കാലത്ത് ഒരിക്കലും സംഭവിക്കാനില്ല. ഇതൊരു ഡ്രീം ടീമാണ്. പിന്നെ അടുത്ത മുമ്പിലുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഇത് ഒരു കോളേജ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രേമത്തിലെ കോളേജ് പ്രൊഫസർ, പ്രേമം 4 വർഷത്തിന് ശേഷവും അതിനുശേഷം ഞാനിപ്പോൾ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ഹെലോ നമസ്തേ, അതൊക്കെ ലീഡ് റോൾ ചെയ്തിട്ട് കമേഴ്ഷ്യൽ സക്സസ് ആയ സിനിമകളാണ്. 2-3 പടം ലീഡ് റോൾ ചെയ്തിട്ട് ഓടിയിട്ടുണ്ട്.
ഒരാൾ ആ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ സ്ട്രക്കാണ് ഞാൻ പ്രേമത്തില്. അപ്പൊ ഞാൻ കോളേജ് പ്രൊഫസർ, പിന്നെ ഇയാൾക്ക് മുടിയില്ല എന്നുള്ള വൻ കോംപ്ലക്സ്, പിന്നെ കോളേജിൽ ടീച്ചർ. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറെ നാളായാലും ഈ പരിപാടി തുടങ്ങിയിട്ട്. ഞാൻ തിയേറ്റർ ചെയ്തു. ഞാനൊരു 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് തിയേറ്റർ ചെയ്താണ്. 4ാം ക്ലാസ്സിൽ മുതൽ ബാലസംഘത്തിന്റെ ഒപ്പം നാടകം കളിക്കാൻ തുടങ്ങിയാണ് ഞാൻ. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഫിലിം സ്കൂളിൽ പോകാൻ പറ്റി. അപ്പൊ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ എനിക്ക് പറയുന്ന ഒരു 10-25 വർഷം തൊട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയാണ്. തീരെ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങിയാണ്. അപ്പോൾ ഞാനിതൊരു ചലഞ്ചായിട്ട് എടുത്തു. എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ഈ സിനിമയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിമൽ സാറിനെ ഒരിടത്തും കാണാ. അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറെ പണിയെടുത്തു. അപ്പൊ സിനിമ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡ് അവിടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കണ്ടു. പിന്നെ സിനിമ ഇവരുടെ ഗ്രൂപ്പില് ഇവിടെ ഭയങ്കര ഒരു ട്രാൻസ്പെറൻ്റ് ആണ് ഇവരുടെ ഗ്രൂപ്പിന്റെ. ഒരുപാട് ആളുകളെ കണ്ടു. അപ്പൊ എല്ലാരും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചോദിക്കണം മറ്റേ അതുപോലെ എന്നല്ല, ഇത് വിനയ് ഫോട്ടോ അല്ല എന്ന് പറയും. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. അപ്പൊ അത് ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തു. ചില എക്സ്റ്റെൻഡ് അത് ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ആളുകൾ സിനിമ കണ്ട് അവർ തീരുമാനിക്കണം. ടീച്ചർ കണ്ടു, ഞാൻ പാട്ടും കണ്ടു. ആ പാട്ടിന്റെ അവസാനം ഒരു ലെറ്റർ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുന്നുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. എന്ത് ചെയ്യും? അത് ഒരു ലവ് ലെറ്റർ ആണ്. അത് ഞാൻ ഒരു മലയാളം അധ്യാപകൻ ഒരു പ്രണയ ലേഖനം, ഒരു പ്രേമലേഖനം എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ലവ് ലെറ്റർ ആണ്. അതില് 2-3 ഹീറോയിൻസ് ഉണ്ട് അല്ലേ? 3 പൊതുവെ സിനിമകളിൽ നമുക്ക് ഹീറോയിൻ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ദൈവം തന്നപ്പോ കനിഞ്ഞു തന്നു. ഒന്ന് ദിവ്യാണ്, ഒന്ന് ഗ്രേസ് ആണ്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ചിന്നു. അതെ. എനിക്കും ചിന്നുവാണ് ഇതിലൊരു മേജർ റോള് പ്ലേ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും രസമുള്ള ഒരു ക്യാരക്ടർ. 3 പേരും നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. എനിക്ക് സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ചിന്നുവിനാണ്. ചിന്നുവിൻ്റെയാണ് സെക്കൻഡ് ഹാഫ്. അപ്പം 3 പേരും നല്ല രസമായിട്ടുള്ള ആക്ടേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരും ആക്ടേഴ്സിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര പൊതുവെ സിനിമകളിൽ ഇങ്ങനെ പുതിയ പെൺകുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് സിനിമയിലൊക്കെ കയറി വന്നു കഴിയുമ്പോൾ ആളുകൾ സെൽഫിയൊക്കെ എടുത്ത് കൂടുതൽ പെൺകുട്ടികളാണെങ്കിലും പെട്ടുപോകുന്നത്. അവര് തെറ്റിദ്ധാരണക്കൊക്കെ പെട്ടെന്ന് അടിമപ്പെട്ട് അവര് വേറെന്തൊക്കെയോ. അപ്പൊ എനിക്ക് പേടിയാണ് പൊതുവെ ഇങ്ങനത്തെ കുട്ടികൾ. അപ്പൊ ഞാൻ ഈ സാധനം പിടിക്കും എപ്പോഴും. അപ്പൊ ഇവര് 3 പേരും അങ്ങനെ ആയിരുന്നില്ല. ദിവ്യ കുറച്ച് സിനിമകളിൽ അഭിനയിച്ച കുട്ടിയാ. ഗ്രേസ് അഭിനയിക്കുമ്പോൾ ഗ്രേസിന്റെ കുമ്പളങ്ങനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഓ ശരി, തമാശ ചെയ്യണ സമയത്ത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈ ചിന്നു അനുരാഗരിക്കുമ്പോഴത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 പേരും 3 തരത്തിലുള്ള ആക്ടേഴ്സാണ്. അപ്പൊ ഞാൻ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. 3 തരത്തിൽ. പിന്നെ അറ്റ് എ ടൈം ഒരാളുണ്ടാവുള്ളൂ ഈ സിനിമ. ആബ്സല്യൂട്ട്ലി ഈ എന്റെ പ്രോട്ടഗോണിസ്റ്റിന്റെ ഇതിൽ പോകുന്ന സിനിമയാണ്. അപ്പൊ അതിലേക്ക് വരുന്ന 3 ആളുകളാണ്. അപ്പൊ ആ ഒരു തരത്തില് ഞാൻ ഇവരെ 3 പേരോടൊപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നവാസ് വള്ളിക്കുന്നുണ്ട് ഒരു ആക്ടർ. നവാസ് ഞാനും കുറെ സീൻസ് കൂടെ ഫ്രണ്ട്. ഞാനിപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹമായിരുന്നു. ഇപ്പൊ എന്തോ തോന്നണില്ലേ എന്നുള്ളത്. ഇത് അതെന്നൊക്കെ പറയുന്നത്. ബാക്ക് ടു യുവർ ഏർലിയർ സ്റ്റേജസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എക്സ്പീരിയൻസ്, അതിൽ നിന്ന് കുറേ കടന്നു വന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ആ ഒരു കാലത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത് തന്നെയാണോ ഇപ്പോൾ വിനയ് എന്ന് പറയുന്ന ആക്ടർ? ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു തമാശ പോലെയുള്ള സിനിമ കുറച്ചും കൂടി നേരത്തെ വരുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എന്നുള്ളത്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു 4ാം ക്ലാസ് മുതൽ നാടകം കളിക്കാൻ തുടങ്ങി. 4ാം ക്ലാസ് മുതൽ ഞാൻ ഈ മറ്റേ ബാലസംഘത്തിൻ്റെ ഒപ്പം കളിക്കുമായിരുന്നു. പിന്നെ ലോകധർമ്മി എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒപ്പം 5 വർഷം തലങ്ങും വിലങ്ങും നാടകം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. ഇതിൻ്റെയൊക്കെ കൂടിയുള്ള റിസൾട്ടാണ് ഈ തമാശ എന്ന് പറയുന്ന സിനിമ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ എനിക്ക് ഇതേപോലത്തെ ഒരു സിനിമ കിട്ടുമായിരിക്കും എന്നുള്ളത്. പക്ഷെ എപ്പോഴും പ്രതീക്ഷക്ക് വകയുള്ള സിനിമകൾ മുമ്പിലുണ്ടായിരുന്നു. ഒരു എന്തോ ഭാഗ്യം കൊണ്ടിട്ട് എപ്പോഴും നമ്മളൊരിക്കലും ജോബ്ലെസ് ആയിട്ടുള്ളൊരു വലിയ സ്പാനൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ജോബ്ലെസ് എന്ന് പറയുമ്പോഴേ പല ആളുകളും ചോദിക്കും ഇപ്പോൾ സിനിമ ഒന്നുമില്ലല്ലേ, അതില് ഭയങ്കര സന്തോഷം. വീട്ടില് ചെന്നിരിക്കുമ്പോഴാണ് കൂടുതൽ എന്താ ഇപ്പൊ ഒന്നുമില്ലേ സിനിമ. എല്ലാവർക്കും ചോദിക്കാം, നേരത്തെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ചില ആളുകൾ ചോദിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത്,
ഇപ്പൊ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ഇപ്പൊ ഒന്നുമില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ, കുറെ നാളുകളായല്ലോ സിനിമയിൽ അഭിനയം, ഇപ്പൊ റോളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള പരിപാടിയുണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യാണ്ടിരിക്കുന്നതാണ്. ആ ടൈമിൽ നമുക്ക് വേറെ സിനിമ ഉണ്ടാവാം, നമ്മൾ അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനോട്ട് സിനിമ ചെയ്യണ്ട എന്നുള്ള തരത്തിൽ കുറച്ചൊരു ബെറ്റർ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലോ, അല്ലെങ്കിൽ ഒരു സിനിമ നടക്കാനുണ്ടാകാം, അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു സിനിമ വരാനുണ്ടാകാം. അപ്പോൾ അതൊന്നും പറയുന്ന പോലെ മാനദണ്ഡമല്ല. എത്രത്തോളം ചൂസ് ചെയ്യാണ് ക്യാരക്ടർ സെലക്ട്? എനിക്ക് ഒരുപാട് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യാറുണ്ട്, ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യും. കാര്യം ഇപ്പോൾ നമ്മളൊരു താരമല്ലാത്ത ഒരു നടനെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആവണം, അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് വേറെ ഒരു ആർഭാടങ്ങളോ ഒരു ലക്ഷറിയും വേണ്ട. പക്ഷെ ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ചൊരു ഇത്ര പൈസ ഇടുമ്പോൾ അതിന് ₹1 കൂടുതൽ വേണ്ട, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരികെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം. വേറെ എല്ലാം വന്നു ചേർന്നോട്ടെ. അപ്പോൾ എനിക്ക് തമാശ എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തമാശ കമേഴ്ഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സിനിമ വരും. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ചോയ്സുള്ള വേഷങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഭയങ്കര ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമ ചെയ്യണമെങ്കിൽ 365 ദിവസം സിനിമ ചെയ്യാനുള്ള സിനിമകളുണ്ടാവും. പക്ഷെ ആളുകളെ കൊണ്ടിട്ട് അയ്യേ അത് പറയിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാ? ആക്ടർ എന്നുള്ള തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാനിടയ്ക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ കാണുമ്പോൾ ചോദിക്കുക, അതായത് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയി എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എനിക്ക് ഓർമ്മയുണ്ട്, മഴ പെയ്യുന്നത് ഓർമ്മയുണ്ട്, പെട്ടെന്ന് ഞാൻ 4ാം ക്ലാസ്സിലായി, പെട്ടെന്ന് 10ലായി, പെട്ടെന്ന് കോളേജിലായി, പെട്ടെന്ന് ഫിലിം സ്കൂളിൽ പോയി, പെട്ടെന്ന് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി, പെട്ടെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഇതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വർക്ക് ചെയ്ത സിനിമ മരിക്കില്ല, സിനിമ ഒരിക്കലും മരിക്കില്ല. അപ്പോൾ നമ്മളെ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള സിനിമകളും നമ്മൾ എപ്പോഴും ബെഞ്ച് മാർക്കാവുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ടാക്കി വെച്ചിട്ട് പോവാന്നുള്ളതാണ് ലക്ഷ്യം. വേറെ എല്ലാം സെക്കൻഡറിയാണ്, താങ്ക്സ് ടു ഒരുപാട് സന്തോഷം. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അവാർഡ് നൈറ്റ്സിനും ഒക്കെ ഇടയ്ക്ക് കാണുന്നല്ല. അതുപോലെ നമ്മള് പലപ്പോഴും നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സമയമൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉറുമ്പുകൾ ഉറങ്ങാറില്ലാല് ഞാൻ വരേണ്ടതായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും എല്ലാം സന്തോഷം. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. ഭാവിയിൽ നമുക്ക് ഒരുമിച്ച് തീർച്ചയായിട്ടും സന്തോഷം.